ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ഫ്ലെയർഡിൽ വരുന്ന അംബ്രല്ല പലാസോ കട്ടിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. റീസെൻ്റ്ലി ഞാൻ ചെയ്ത വീഡിയോസിൻ്റെ എല്ലാം താഴെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഷെയർ ചെയ്യുന്നുള്ള കോമൻസിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു അംബ്രല്ല പലാസോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ടേപ്പ്, ഒരു കത്രിക 10 സൈസ് വരുന്നതാണ്, ഒരു പാണ്ട ചോക്കാണ്, സ്കെയിൽ വന്നിട്ട് ഈ 2 സ്കെയിൽസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവരും ഈ ഒരു വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ടിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. 7 to 8 ഇയർ ഏജിൽ വരുന്ന ഒരു കുട്ടിക്കായിട്ടാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. 2.5 മീറ്റർ ഫാബ്രിക്കാണ് ഞാൻ ഈച്ച് ജോർജറ്റ് ഫാബ്രിക് ആൻഡ് ക്രേപ്പ് ഫാബ്രിക് എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഒരു 2 മീറ്ററിലും നമുക്ക് ചെയ്യാവുന്നതാണ്, ബട്ട് എൻ്റെ അടുത്ത് ആ ഒരു ഫാബ്രിക് 2.5 മീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാനപ്പോൾ അത് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്രേപ്പ് ഫാബ്രിക് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂണിറ്റിലെ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫ്സും ഞാനൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള പ്രോപ്പർ മെത്തേഡ് തന്നെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്സും അത്ര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന അയണിങ് സ്റ്റീം അയണിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏതൊരു ഔട്ട്ഫിറ്റ് മേക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ കട്ടിങ് ടു സ്റ്റിച്ചിങ് ഫൈനൽ റിസൾട്ട് വരുന്നവരെ നമുക്ക് എത്ര അയണിങ് കൊടുക്കാൻ പറ്റുമോ അത്രയും നമുക്കതിൻ്റെ ഫിനിഷിങ് വരും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അയണിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതേ 2 ആക്കി മടക്കിയേക്കുന്ന ഈ ഫാബ്രിക് സെൽവിഡ്ജ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇതിന് ഞാൻ ടേബിളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ കോൺ പോലെ അംബ്രല്ല സ്കേർട്ടൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കോൺ ആക്കിയിട്ട് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തേക്കാണ്. ഫോൾഡ് ചെയ്തെടുത്ത് ഞാൻ നിൽക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു കോൺ വരുന്ന രീതിയിൽ വിരിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതിൻ്റെ കാൽക്കുലേഷൻസ് ആണോ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ടോപ്പ് പോർഷൻ, ഈ കോൺ വരുന്ന പോർഷനിലാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് കാൽക്കുലേഷൻസ് വരുന്നത്. ബാലൻസ് ലെങ്ത് ആണ് വരുന്നത്. വലിയ ആളുകളുടെ സൈസിലാണെങ്കിൽ നമുക്കിത് ഈ ഒരു പോർഷനിലായിട്ട് ജോയിനിങ് വരാറുണ്ട്. ബട്ട് 7 to 8 ഇയർ കിഡിൻ്റെ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ജോയിനിങ് ഇല്ലാതെ വിത്തൗട്ട് ജോയിനിങ്ങിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കാൽക്കുലേഷൻസിലേക്ക് പോകാം. വേസ്റ്റ് റൗണ്ട് +1 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4, ഇതാണ് ഞാൻ ചെയ്യുന്ന രീതിയിൽ. ഈ വേസ്റ്റ് റൗണ്ട് +1 ഇഞ്ചിന് പകരം 4 ഇഞ്ച് വരെയും എടുക്കുന്നവരുണ്ട് കേട്ടോ. സോ അത് ഡിപ്പെൻസ് നിങ്ങളുടെ ഡിസൈൻ പോലെ ലൂസ് അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മെത്തേഡാണ് പറയുന്നത്. വേസ്റ്റ് റൗണ്ട് +1 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4. ആ കിട്ടുന്നതിന് 1.5 ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ സീം അലവൻസിന് വെക്കുകയാണ്. അപ്പോൾ ഞാൻ കാൽക്കുലേഷൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാം, കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു 8 ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 8 ഇങ്ങനെ വരുന്ന രീതിയിലുള്ള ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഈ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈക്വലായിട്ട് ഇങ്ങനെ, ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക, ഇതുപോലെ 10 സൈസിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി 10 മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഇത് കറക്റ്റ് 8 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1.5 ഇഞ്ചും കൂടി നമുക്ക് അവിടെ ഒരു സ്പേസ് വേണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് താഴേക്ക് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ 10 ആയിരുന്നു മാർക്ക് ചെയ്തത്, അതിന് പകരം 11 വെച്ചിട്ട് ഇതുപോലെ ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 8 നമുക്കിവിടെ വന്നു. ഇനി അവിടെ നിന്ന് എനിക്ക് ക്രോച്ച് ഏരിയ താഴേക്ക് നമുക്ക് 8 എത്രയാണോ വേസ്റ്റ് റൗണ്ട് കിട്ടിയത് അത് തന്നെ നമുക്ക് ക്രോച്ച് ഏരിയ ആയിട്ട് കൊടുക്കാം, വേണമെങ്കിൽ അതിൻ്റെ കൂടുതലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, 1 ഇഞ്ച് എക്സ്ട്രാ കൂടി കൊടുക്കുന്നുണ്ട്, കാരണം അധികം ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമുക്കത് സ്ട്രെയിറ്റ് ലൈനായിട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചൊക്കെ നമുക്ക് എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കാം. ഇത് വലിയ ആളുകളുടെ സൈസിലാണെങ്കിൽ 2 to 2.5 ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു എക്സ്ട്രാ ലൈൻ നമുക്ക് കൊടുക്കാം. ഇനി നമുക്കതൊരു ചെറിയ കേർവിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് എത്രയാണോ കിട്ടുന്നത് ആ സെയിം തന്നെ നമുക്ക് ക്രോസ് ലെങ്ത് ആയിട്ടും കൊടുക്കാം. ഒരുപാട് വലിയ സൈസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 30 to 14 ആണ് നോർമൽ ലെങ്ത്ത് വരുന്നത് ക്രോസ് ലെങ്ത്തിൻ്റെ. XL to XXL 4XL സൈസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 14 വരെയൊക്കെ ലെങ്ത്ത് ക്രോസ് ലെങ്ത്ത് വരയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ലെങ്ത്ത് മെഷർമെൻറ്റ് +1.5 ഇഞ്ചാണ്. അതായത് 1 ഇഞ്ച് നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാനും മേളിൽ ജോയിൻ ചെയ്യാനുള്ളൊരു മെത്തേഡിലാണ് നോർമലി ചെയ്യുന്നത്. ബട്ട് നമുക്കിവിടെ ഇലാസ്റ്റിക് സെപ്പറേറ്റ് വെക്കാനുള്ളതുകൊണ്ട് മേളിൽ ഞാൻ ഇതുപോലെ 2 ഇഞ്ച് ഇതിങ്ങനെ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് കറക്റ്റ് 29.5 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈക്വലായിട്ട്. അപ്പോൾ ആ ഒരു മുകളിലും താഴെയും ഒരുപോലെ വെച്ചിട്ട് ഈക്വലായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈക്വലായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു കർവ് ഷേപ്ഡ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്കെയിൽസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പർ ഫിനിഷിങ്ങിൽ
കട്ടിംഗ് ഒക്കെ പാറ്റേൺ വരച്ചൊക്കെ കിട്ടും. അപ്പോൾ മാക്സിമം സ്കെയിൽസൊക്കെ നിങ്ങൾ പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയെങ്കിൽ പോലും സ്കെയിൽസ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കത്രികക്കൊക്കെ നല്ല മൂർച്ചയുള്ളതൊക്കെ ആയിരിക്കണം എന്നൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് പാറ്റേൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് നോച്ച് ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. അതായത് ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ, കത്രിക യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ഡാമേജ് വന്നത് മാക്സിമം ഒഴിവാക്കിയിട്ട് തന്നെ ചെയ്യുക. ഇതെല്ലാം നമ്മുടെ സ്റ്റിച്ചിങ് ഫിനിഷിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജോർജറ്റ് ഫാബ്രിക്കും കൂടി കട്ട് ചെയ്തത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാബ്രിക് ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്യാം. 2.5 മീറ്റേഴ്സ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പോർഷൻസ് ബാക്കി വരാറുണ്ട്. ബട്ട് ബെൽറ്റിനൊക്കെ നമുക്കത് യൂസ്ഫുള്ളാണ്. വലിയ ആളുകളുടെ സൈസിനാണെന്നുണ്ടെങ്കിൽ 3.5 മീറ്റർ ടു 4 മീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അംബ്രല്ല പലാസോ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ഫ്ലെയറിൽ ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കിട്ടും കേട്ടോ. ബെൽറ്റ് സൈസ് വരുന്നിട്ട് 4 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇലാസ്റ്റിക് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് വരുന്ന ഇലാസ്റ്റിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതാ ഞാൻ ജോർജറ്റ് ഫാബ്രിക്കിലും കൂടി കട്ട് ചെയ്യുന്നതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലോങ് ആവേണ്ട വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലുള്ള ഫ്ലോവി ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഫോൾഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും വലിച്ച് നീട്ടി അതെടുക്കരുത്. കാരണം അങ്ങനെ വലിച്ച് നീട്ടുമ്പോഴത്തേക്കും നമ്മൾ ഫോൾഡ് ചെയ്തതിന് മെഷർമെൻറ്റ്സ് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളത് ഓപ്പൺ ചെയ്ത് വീണ്ടും മടക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത പോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും പാറ്റേൺ വരച്ച് ഞാൻ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പാർട്ട് 2 വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും ലൈനിങ്ങും ജോർജറ്റ് ഫാബ്രിക് മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരുമിച്ചിട്ട് ഒരിക്കലും കട്ട് ചെയ്യരുത്. കാരണം രണ്ട് ഫാബ്രിക്കിൻ്റെയും ആ ഒരു ഫ്ലോയിനെസ് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഫിനിഷിങ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ഒരു പലാസോയുടെ ഫൈനൽ ലുക്കും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കാണാനായിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.